വർഷത്തിൽ ഒരു ദിവസം ഈ നൈൽ നദിയുടെ ഒഴുക്ക് നിന്നു പോകാറുണ്ട്. അങ്ങനെ നിന്നുപോയാൽ അമദ്നാ ഇലാ ജാരിയത്തിൻ ബിഖിരിൻ ബൈന അബവൈഹാ, ഒഴുക്ക് നിന്നുപോയ നൈൽ നദിയിലേക്ക് ആ നൈൽ നദിയുടെ നാട്ടിലുള്ള മിസ്റിലുള്ള ഒരു പെൺകുട്ടിയെ ഞങ്ങൾ കൊടുക്കണം. ബൈന അബവൈഹാ, ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് മുന്നിൽ നിന്ന് ആ പെൺകുട്ടിയെ നല്ല പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് ഞങ്ങൾ ഒഴുക്ക് നിന്നുപോയ നൈൽ നദിയിലേക്ക് എറിയണം. അങ്ങനെ നൈൽ നദിയിലേക്ക് വജഅൽനാ അലൈഹാ മിനൽ ഹലീ വസ്സിയാബ് അഫ്ളല മാ യകൂൻ. ആ പെൺകുട്ടി നല്ല നിറയെ ആഭരണം ധരിച്ചവളായിരിക്കണം, നല്ല പുതിയ വസ്ത്രങ്ങൾ ധരിച്ചവരായിരിക്കണം. അങ്ങനെ ഞങ്ങൾ നൈലിലേക്ക് ബലിയർപ്പണം നടത്തിയാലല്ലാതെ നൈൽ നദി ഒഴുകാറില്ല. മിസ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നദിയാണ് നൈൽ നദി. ആ നൈൽ നദി ഒരിക്കൽ ഒലിക്കാതെ നിന്നു പോവുകയാണ്. നഫീസ റളിയല്ലാഹു അൻഹായുടെ കാലഘട്ടത്തിൽ വേളൈമൂകാമക്കന കൊണ്ടയ്യതൈ നാടത്തെ, ആ സമയത്ത് തൻ്റെ മുഖമക്കന കൊണ്ട് നഫീസ റളിയല്ലാഹു അൻഹാ ഒലിക്കാതെ നിന്നുപോയ നൈൽ നദിയെ ഒലിപ്പിക്കുകയാണ്. വിശാലമായ സംഭവമാണ്. ഈ ഒരു വരിയിൽ മഹാനായ നാലകത്ത് കുഞ്ഞി മൊയ്‌ദീൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ രേഖപ്പെടുത്തുന്നത്, സഈദ് ഇബ്നുൽ ഹസൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ സംഭവം എന്താണ്? തവഖഫൻ നീലു ഫീ സമനിഹാ, മഹദിയായ നഫീസ റളിയല്ലാഹു അൻഹായുടെ അവർ മിസ്റിൽ താമസിക്കുന്ന കാലഘട്ടത്തിൽ അതാ നൈൽ നദി ഒലിപ്പ് നിന്നുപോയി. നൈലിലെ വെള്ളം ഒലിക്കുന്നില്ല. ജനങ്ങൾ ഓടി വരികയാണ്. ജനങ്ങൾ ഓടി വന്നിട്ട് നഫീസ ഉമ്മാനോട് പറയുകയാണ്, ഓ മഹദിയായവരെ, നൈൽ ഒഴുകുന്നില്ല, നൈലിലെ വെള്ളം നിശ്ചലമായി. അപ്പോഴതാ സയ്യിദത്തുനാ ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ ഫഅഅതതുഹും ഖിനാഅഹാ, നഫീസ റളിയല്ലാഹു അൻഹാ അവിടുത്തൊരു മുഖമക്കന എടുക്കുകയാണ്. എന്നിട്ട് വന്നവരോട് ആ മുഖമക്കന കൊടുത്തിട്ട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ ഈ മുഖമക്കന കൊണ്ടുപോയിട്ട് നൈലിലിടണേ. ഒലിക്കാതെ നിന്നുപോയ നൈലിലേക്ക് എൻ്റെ മുഖമക്കന കൊണ്ടുപോയി ഇടണേ. ഫജാഊ ബിഹി ഇലൽ ബഹരി വതറഹൂഹു ഫീ, ആ മുഖമക്കനയുമായി അതാ നാട്ടുകാരി നൈലിന്റെ ചാരത്ത് വരുന്നു. ആ ശറഫാക്കപ്പെട്ട മുഖമക്കന നൈലിലേക്ക് ഇടുകയാണ്. ഫമാ റജഊ ഹത്താ വഫിൽ ബഹരി വസാദ സിയാദതൻ അളീമാ. നഫീസ റളിയല്ലാഹു അൻഹയുടെ കറാമത്ത് കാണുകയാണ്. അതാ നൈലിലെ വെള്ളമൊലിക്കുകയാണ്. നൈലിനിപ്പോൾ കുഴപ്പമില്ല. ബിഗുടനീലൻ നഹറതിൻഡോലിഫതൈ നീലത്തെ വേളൈ മൂകമക്കന കൊണ്ട
കൊണ്ടയ്യതൈ നാടത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. മഹാന്മാർക്ക് വെള്ളത്തെ നിയന്ത്രിക്കാനുള്ള കഴിവില്ലേ? സൂഫിയാക്കൾക്ക് അതിന് കഴിവുണ്ടല്ലോ. മഹാനായ ഖുത്ബുൽ ആലം ശൈഖുനാ സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ സമീപത്ത് വന്ന് പറഞ്ഞില്ലേ, കിണറുകുത്തി വെള്ളമില്ല, പരിഹാരമുണ്ടായില്ലേ? ഭൂമിക്കടിയിലുള്ള വെള്ളത്തെ അല്ലാഹു കൊടുത്ത കഴിവിലൂടെ നിയന്ത്രിക്കാൻ ഔലിയാക്കൾക്ക് അല്ലാഹു കഴിവ് കൊടുത്തിട്ടുണ്ട്. അല്ലാഹു തആല അതിനുള്ള അനുവാദം നൽകിയിട്ടുണ്ട്. അതാണ് നൈൽ നദിയിലെ വെള്ളം ഒലിക്കാതെ നിന്നപ്പോൾ നഫീസ റളിയല്ലാഹു അൻഹാ അവിടുത്തെ മുഖമക്കനെ കൊടുത്തു വിടുകയാണ്. ഇത് കൊണ്ടുപോയിട്ട് നിങ്ങൾ നൈലിലിടണേ. നൈൽ നദിയിലേക്ക് ആ മുഖമക്കനെ കൊണ്ടുവന്നിട്ടപ്പോൾ നൈൽ സാധാരണഗതിയിൽ ഒഴുകാൻ തുടങ്ങി. ഇപ്പോൾ നൈലിന് കുഴപ്പമില്ല. ബിഗുടനീലന്നഹറതിൻഡോലിഫതൈ നീലത്തെ വേളൈ മുഖമക്കന കൊണ്ടയ്യതൈ നാടത്തെ. നൈലിൽ ആ സമയത്തു മാത്രമല്ല ഈ അനുഭവം ഉണ്ടായിട്ടുള്ളത്. മഹാനായ ഇബ്നു കസീർ തന്റെ അൽ ബിദായത്തു വന്നിഹായയിൽ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു മിസ്റിലെ ഭരണം നടത്തുകയാണ്. അപ്പോഴാണ് നാട്ടുകാര് വന്നിട്ട് മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, അയ്യുഹൽ അമീർ, ഓ ഭരണാധികാരിയായവരെ, ഞങ്ങളെ നാട്ടിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നൈലിന് ഒരു നടപടിയുണ്ട്. ഈ അരുവിക്ക്, ഈ നദിക്കൊരു പ്രത്യേകതയുണ്ട്. ലാ യജ്രി ഇല്ലാ ബിഹാ. ഞങ്ങളുടെ നാട്ടിലുള്ള ഈ നൈൽ നദിക്കൊരു പ്രത്യേകതയുണ്ട്. വർഷത്തിൽ ഒരു ദിവസം ഈ നൈൽ നദിയുടെ ഒഴുക്ക് നിന്ന് പോകാറുണ്ട്. അങ്ങനെ നിന്നുപോയാൽ അമദ്നാ ഇലാ ജാരിയത്തിൻ ബിഖിരിൻ ബൈന അബവൈഹാ, ഒഴുക്ക് നിന്നുപോയ നൈൽ നദിയിലേക്ക് ആ നൈൽ നദിയുടെ നാട്ടിലുള്ള മിസ്റിലുള്ള ഒരു പെൺകുട്ടിയെ ഞങ്ങൾ കൊടുക്കണം. ബൈനാബവൈഹാ, ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് മുന്നിൽ നിന്ന് ആ പെൺകുട്ടിയെ നല്ല പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് ഞങ്ങൾ ഒഴുക്ക് നിന്നുപോയ നൈൽ നദിയിലേക്ക് എറിയണം. അങ്ങനെ നൈൽ നദിയിലേക്ക് വജഅൽനാ അലൈഹാ മിനൽ ഹലീ വസ്സിയാബ് അഫ്ളല മാ യകൂൻ. ആ പെൺകുട്ടി നല്ല നിറയെ ആഭരണം ധരിച്ചവളായിരിക്കണം, നല്ല പുതിയ വസ്ത്രങ്ങൾ ധരിച്ചവരായിരിക്കണം. അങ്ങനെ ഞങ്ങൾ നൈലിലേക്ക് ബലിയർപ്പണം നടത്തിയാലല്ലാതെ നൈൽ നദി ഒഴുകാറില്ല. ഇങ്ങനെ ഒരു പ്രത്യേകത ഞങ്ങളുടെ നെയിലിനുണ്ട്. എല്ലാ വർഷവും ഞങ്ങളുടെ നാട്ടിലൊരു പെൺകുട്ടിയെ നെയിലിലേക്ക് വലിച്ചേറ് നടത്തിയിട്ട് കൊല ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ കൊടുത്താലേ നെയിൽ ഒഴുകൂ. അപ്പോൾ മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഓ പ്രിയമുള്ള പരിവാരങ്ങളെ, ഇനി
ഇൻഷാ അല്ലാഹ് നമുക്ക് കാത്തിരിക്കാമല്ലോ. നിങ്ങൾ പറയുന്ന ദിവസമാകട്ടെ നെയിൽ നിന്നു പോയാൽ ഇൻഷാ അല്ലാഹ് അതിന് പരിഹാരം നമുക്ക് പറയാമല്ലോ. അങ്ങനെ മിസ്ർ നിവാസികൾ പറഞ്ഞതുപോലെ നൈൽ നദി അതാ ഒഴുക്ക് നിന്നുപോയി. മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് ജനങ്ങൾ വന്നിട്ട് പറയുകയാണ്, ഓ അമീറുൽ മുഅ്മിനീൻ, നൈൽ നദി ഒഴുകുന്നില്ല. ഒരു പെൺകുട്ടിയെ കൊടുത്താലല്ലാതെ ഇനി നൈൽ മുന്നോട്ട് പോകൂല. ഉടനെ തന്നെ മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് ഒരു കത്തെഴുതുകയാണ്. അമീറുൽ മുഅ്മിനീനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഒരു കത്തെഴുതുകയാണ്. ആ കത്ത് അതാ മദീനയിലേക്ക് ദൂതൻ വശം കൊടുത്തു വിടുകയാണ്. അപ്പോൾ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നൈലിലേക്ക് തിരിച്ചൊരു മറ്റൊരു എഴുത്ത് വിടുകയാണ്. എന്താണ് നൈലിനോട് പറയുന്നത്? അമ്മാ ബഅദു ഫൈൻ കുന്ത തജ്രി മിൻ ഖിബലിക ഫലാ തജ്രി. നൈലിനോട് കത്തെഴുതിയിട്ട് മദീനയിൽ നിന്ന് കത്ത് വരികയാണ്. ആരാണ്? ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ എഴുത്താണ് വരുന്നത്. എന്താ പറയുന്നത്? നൈലേ, നീ സ്വന്തം ഇഷ്ടപ്രകാരമാണോ ഇത്രയും കാലം ഒഴുകിയിട്ടുള്ളത്? എങ്കിൽ ഫലാ തജ്രി, ഇനി നീ ഒഴുകേണ്ടതില്ല. അതേസമയം വഇൻ കാനല്ലാഹുൽ വാഹിദുൽ ഖഹാർ ഹുവല്ലദീ യുജ്രീക, വാഹിദായ ഏകനായ എല്ലാം അടക്കി വാഴുന്ന പ്രപഞ്ചാധികാരിയായ അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണോ നൈലേ നീ ഇത്രയും കാലം ഒഴുകിയത്? എങ്കിൽ ഞങ്ങളിതാ ഫനസ്അലുല്ലാഹ അൻ യുജ്രിയക, നിന്നെ ഒഴിക്കാൻ ഞങ്ങൾ അല്ലാഹുവിനോട് പറയുകയാണ്. അല്ലാഹുവിന്റെ ഹിതത്തിനനുസരിച്ചാണോ നൈലേ നീ ഒഴുകിയത്? എന്നാൽ നിനക്ക് ഒഴുകാൻ സമയമായിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഓ അംർ ഇബ്നുൽ ആസ് എന്നവരെ, ഈ കത്ത് കൊണ്ടുപോയിട്ട് നിങ്ങൾ നൈലിൽ ഇടണേ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കത്താണ് വരുന്നത്. നൈൽ നദിയിലേക്കാണ് കത്ത്. ആ കത്തിൽ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ ഇത്രയും കാലം ഒഴുകിയത്? എന്നാൽ നിങ്ങൾ ഒഴുകണം. കത്തുകൊണ്ടുവന്നു നൈൽ നദിയിലേക്ക്. മഹാനരായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കത്ത് നൈലിലേക്ക് ഇട്ടപ്പോൾ നൈൽ നദി സാധാരണ പോലെ ഒഴുകാൻ തുടങ്ങി. ഇങ്ങനെ നൈലിൽ കറാമത്തു കാണിച്ച മഹാന്മാര് ബിഗുഡ നീലൻ നഹറദിൻ ലോലിഫദൈ നീലത്തെ വേളൈ മൂക മക്കന കൊണ്ടയ്യതൈ